ജെറമിയ അധ്യായം 6. ശത്രു പടിവാതിൽക്കൽ. ബെഞ്ചമിൻ ഗോത്രജരെ, ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവിൻ. തെക്കോവയിൽ കാഹളം ഊതുവിൻ. ബത്ഹാക്കെരമിൽ കൊടി നാട്ടുവിൻ. വടക്കുനിന്ന് അനർത്ഥവും കൊടിയ വിപത്തും അടുത്തുവരുന്നു. ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ സിയോൻ പുത്രിയെ ഞാൻ നശിപ്പിക്കും. ഇടയന്മാർ ആടുകളോടൊരുമിച്ച് അവൾക്കു നേരെ വരും. അവൾക്കു ചുറ്റും അവർ കൂടാരമടിക്കും. ഓരോരുത്തനും ഇഷ്ടമുള്ളിടത്ത് ആടുമേയിക്കും. അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ. ആയുധമെടുക്കുവിൻ. നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം. ഹാ കഷ്ടം! നേരം വൈകുന്നു. നിഴലുകൾ നീളുന്നു. എഴുന്നേൽക്കുവിൻ. നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. ജെറുസലേമിലെ മരങ്ങൾ മുറിക്കുവിൻ. അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ. ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ. കിണറ്റിൽ പുതുവെള്ളം നിറയുന്നതുപോലെ ജെറുസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു. അക്രമത്തിൻ്റെയും നശീകരണത്തിൻ്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുന്നുള്ളൂ. രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ജെറുസലേം, നീ എൻ്റെ താക്കീത് കേൾക്കുക, അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും. നിന്നെ വിജനമായ മരുഭൂമിയാക്കും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മുന്തിരിയുടെ കാല പെറുക്കുന്നത് പോലെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ തേടിപ്പിടിക്കുക. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക. എൻ്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നതുകൊണ്ട് അവർക്കു കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്ദാവിഷയമായിരിക്കുന്നു. അതിൽ അവർക്ക് തെല്ലും താൽപ്പര്യമില്ല. തന്നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു. അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. തെരുവിലെ കുട്ടികളുടെയും യുവാക്കളുടെയും കൂട്ടങ്ങളുടെയും മേൽ അത് ചൊരിയുക. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ. അവരുടെ വീടുകൾ, നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും. ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും. നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ്. പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു. അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ചുകെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു. ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ? ഇല്ല, തെല്ലും തോന്നിയില്ല. ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും. ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലം പതിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക. പഴയ പാതകൾ അന്വേഷിക്കുക. നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. അപ്പോൾ നിങ്ങൾ വിശ്രാന്തിയടയും. എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു. ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു. കാഹളത്തിന് ചെവിയോർക്കുക എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ ചെവിയോർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. ആകയാൽ ജനതകളെ കേൾക്കുവിൻ. ജനസമൂഹമേ മനസ്സിലാക്കുവിൻ. അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവിൻ. അല്ലയോ ഭൂമി, കേട്ടാലും. ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും. അവർ എൻ്റെ വാക്ക് ചെവികൊണ്ടില്ല, എൻ്റെ നിയമം അനുസരിച്ചുമില്ല. ഷേബായിൽ നിന്ന് കുന്തുരുക്കവും വിദൂരദേശത്തു നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നതെന്തിന്? നിങ്ങളുടെ ദഹന ബലികൾ എനിക്ക് സ്വീകാര്യമല്ല. നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും. അവർ തട്ടി വീഴും. അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും. അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അതാ, വടക്കുനിന്ന് ഒരു ജനത വരുന്നു. ഭൂമിയുടെ അറ്റത്തുനിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട്. അവർ വില്ലും കുന്തവും കയ്യിലേന്തിയിരിക്കുന്നു. അവർ കരുണയില്ലാത്ത കഠിന ഹൃദയരാണ്. അവരുടെ ആരവം അലയാഴിയുടേതിനു തുല്യം. കുതിരപ്പുറത്താണ് അവർ വരുന്നത്. സിയോൻ പുത്രി, അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയായി വരുന്നു.
ഞങ്ങൾ ആ വാർത്ത കേട്ടു. ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു. ഈറ്റുനോവ് സ്ത്രീയെ എന്ന പോലെ കഠിനവേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു. നിങ്ങൾ വയലിലിറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത്. ശത്രുവിൻ്റെ വാൾ അവിടെയുണ്ട്. എല്ലായിടത്തും ഭീകരാവസ്ഥയാണ്. എൻ്റെ ജനത്തിൻ്റെ പുത്രി, നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക. ഏകജാതനെക്കുറിച്ചെന്ന പോലെ ഉള്ളുരുകി കരയുക. ഇതാ, വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു. എൻ്റെ ജനത്തിൻ്റെ മാറ്റുരച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു. അവർ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ്. അവർ മിഥ്യാപവാദം പരത്തുന്നു. പിച്ചളയും ഇരുമ്പും പോലെ കഠിന ഹൃദയരാണവർ. അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു. ഉല ശക്തിയായി ഊതുന്നു. ഈയം തീയിൽ ഉരുകുന്നു. ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ്. എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല. കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത്. ജെറമിയ അധ്യായം 7. ദേവാലയത്തിലെ പ്രസംഗം. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക. കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാനിവാസികളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ. എങ്കിൽ ഈ സ്ഥലത്തു വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം, കർത്താവിൻ്റെ ആലയം എന്ന പൊള്ളവാക്കുകളിൽ ആശ്രയിക്കരുത്. നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ, അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ, പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്കരക്തം ചിന്താതെയുമിരുന്നാൽ, നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ, ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും. ഇതാ, പൊള്ളവാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. അത് വ്യർത്ഥമാണ്. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചലുകയും ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ? ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ? എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ? ഇതാ, ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവി കൊണ്ടില്ല. ഞാൻ വിളിച്ചു, നിങ്ങൾ വിളി കേട്ടില്ല. അതുകൊണ്ട് ഷീലോയോട് ചെയ്തതു തന്നെ എൻ്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും. നിങ്ങളുടെ സഹോദരങ്ങളായ എഫ്രായിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും. ആരാധനയിലെ അനാചാരങ്ങൾ. ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത്. അവർക്കു വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട. അവർക്കു വേണ്ടി എൻ്റെ മുൻപിൽ നീ മാധ്യസ്ഥ്യം പറയരുത്. ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവീഥികളിലും അവർ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നില്ലേ? ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറകു പെറുക്കുന്നു. പിതാക്കന്മാർ തീ ഊതുന്നു. സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു. എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത്? കർത്താവ് ചോദിക്കുന്നു. അല്ല, തങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിച്ചു പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത്. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും. അത് ശമിക്കാതെ കത്തിയെരിയും. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബലികളും അവയ്ക്കുമേൽ ദഹന ബലികളും അർപ്പിക്കുവിൻ. അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ
ബലികളെപ്പറ്റിയോ ദഹന ബലികളെപ്പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു: എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല, പിന്നോട്ടായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് ഞാൻ അയച്ചു. എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു. ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം. എന്നാൽ അവർ കേൾക്കുകയില്ല. നീ അവരെ വിളിക്കണം, അവർ വിളി കേൾക്കുകയില്ല. നീ അവരോട് പറയണം, തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത, ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത്. സത്യം അസ്തമിച്ചിരിക്കുന്നു, അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നീ മുടി അറുത്തെറിയുക, മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക. താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു: യൂദായുടെ സന്തതി എൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു. തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബൻഹിന്നോം താഴ്വരയിൽ അവർ തോഫെത്തിന് യാഗപീഠം നിർമ്മിച്ചു. അത് ഞാൻ കൽപ്പിച്ചതല്ല, ചിന്തിച്ചതുപോലുമല്ല. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു: തോഫെത്ത് എന്നോ ബൻഹിന്നോം താഴ്വര എന്നോ അല്ല, കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു. വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫെത്ത് ശ്മശാനമായി മാറും. ഈ ജനത്തിൻ്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും. അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല. യൂദായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീഥികളിൽ നിന്നും ആഹ്ലാദത്തിമിർപ്പും ആനന്ദാരവവും മണവാളൻ്റെയും മണവാട്ടിയുടെയും മധുരസ്വരവും ഞാൻ ഇല്ലാതാക്കും. ദേശം വിജനമായി തീരും.